ബഹുമാന്യരെ, സമകാലിക രാഷ്ട്രീയ കേരളം ചില സവിശേഷ പ്രശ്നങ്ങളെ വിശകലന വിധേയമാക്കുന്ന കാലഘട്ടമാണ്. ഇതിനിടയിലാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ്റെ ഒരു വിവാദ പ്രസ്താവന പെന്തക്കോസ്ത് സമൂഹങ്ങൾ പണം കൊടുത്ത് ആളുകളെ മതം മാറ്റുന്നു എന്ന രൂപേണ പ്രചരിച്ചത്. എൻ്റെ അടുത്ത ഒരു സ്നേഹിതൻ ശ്രീ വെള്ളാപ്പള്ളിയുമായി സംസാരിച്ച് പരസ്പരം ഒരുമിച്ചിരുന്ന് ഈ വിഷയത്തെക്കുറിച്ച് ഒരു നീണ്ട വിശകലനം നടത്താം എന്ന് പറഞ്ഞിരുന്നെങ്കിലും സന്ദർഭവശാൽ അത് നടക്കാതെ പോയി. പണം കൊടുത്ത് പെന്തക്കോസ്ത് സഭകൾ ആളുകളെ മതം മാറ്റുന്നു എന്ന അദ്ദേഹത്തിൻ്റെ വാദം നിലനിൽക്കുകയാണ്. റാപ്പ് സംഗീതജ്ഞനായ വേടൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഹിരൺ മുരളിയുടെ അടുത്ത കാലത്തെ അദ്ദേഹവുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രശ്നങ്ങൾ, ഇവ രണ്ടും തമ്മിൽ എന്താണ് ബന്ധം എന്ന് ആളുകൾക്ക് തോന്നും. കാരണം ഇവയിൽ രണ്ടും അല്പം രാഷ്ട്രീയമുണ്ട് എന്ന് തന്നെയാണ്. ഇതിൽ മതാംശമുണ്ട്, രാഷ്ട്രീയ അംശമുണ്ട്. ഇവ രണ്ടും ചേർത്തുള്ള ഒരു പ്രതികരണം എത്ര കണ്ട് ഫലപ്രദമാകും എന്നാകും നിങ്ങളുടെ ചിന്ത. തീർച്ചയായിട്ടും ഇവയ്ക്ക് തമ്മിൽ അടുത്ത ബന്ധമുണ്ട് എന്ന് തന്നെ പറയാൻ പറ്റും. ഈ മതം മാറ്റം അല്ലെങ്കിൽ മതനിരാസം, മതസ്വീകാര്യത ഒക്കെ ഇന്ത്യക്കാരായ നമ്മൾ സ്വാംശീകരിച്ചതും അല്ലെങ്കിൽ ഉൾക്കൊണ്ടത് ചില വസ്തുതകളെ ആധാരമാക്കിയാണ്. ആധ്യാത്മികമായ ഒരു ചിന്തയുടെ ഏതെങ്കിലും തരത്തിലെ സ്വാധീനം മാത്രമല്ല അതിൻ്റെ പിന്നിലെ കാരണം. പ്രധാനമായിട്ടും ഇന്ത്യ അനുവർത്തിച്ചു വന്ന ചാതുർവർണ്ണ്യം എന്ന വൃത്തിഹീനമായ സനാതനധർമ്മബോധം മനുഷ്യനെ വർണ്ണവർഗ വ്യത്യാസങ്ങളുടെ ഏറ്റവും നരകതുല്യമായ അവസ്ഥാവിശേഷത്തിലേക്ക് തള്ളുകയും അതിൽ നിന്നുള്ള മോചനം എന്ന നിലയിൽ മനുഷ്യർ ഇസ്ലാം മതത്തിലേക്കും ക്രിസ്ത്യാനിറ്റിയിലേക്കുമൊക്കെ ചേക്കേറി. ഈ രണ്ട് ആശയങ്ങൾക്ക് പുറമെ മഹാനായ അംബേദ്കറുടെ നേതൃത്വത്തിൽ ഏകദേശം 5 ലക്ഷത്തിൽ പരം ആളുകൾ ബുദ്ധമതത്തിലേക്കും ചേക്കേറുകയുണ്ടായി. ഇന്ത്യ തന്നെ കണ്ട ഏറ്റവും വലിയ മാസീവായിട്ടുള്ള മതപരിവർത്തനം നടത്തിയ ആൾ ഭരണഘടനാ ശില്പിയായ അംബേദ്കർ ആയിരുന്നു. അദ്ദേഹം പറഞ്ഞത്, ഞാനൊരു ഹിന്ദുവായി ജനിച്ചു, പക്ഷേ ഒരു ഹിന്ദുവായി മരിക്കില്ല എന്നായിരുന്നു. അത്രമാത്രം ആ മതത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾ, ആ മതത്തിലെ മനുഷ്യത്വരാഹിത്യം അദ്ദേഹത്തെ ദോഷകരമായ വിധത്തിൽ സ്വാധീനിച്ചു എന്നതാണ് അതിൻ്റെ അർത്ഥം. ഇവിടെ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് മതം മാറ്റം പെന്തക്കോസ്തർ പണം കൊടുത്ത് ചെയ്യുന്നു എന്നുള്ളൊരു നിലയിലാണ്. ഇങ്ങനെ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു കോടതിയിലോ ഒരു പോലീസ് സ്റ്റേഷനിലോ ആധികാരികമായൊരു പരാതി ഉള്ളതായിട്ട് അദ്ദേഹം ഡേറ്റ മുമ്പോട്ട് വച്ചല്ല ഇത് പറയുന്നത് ഉറപ്പാണ്. പ്രസംഗിച്ചു വരുന്ന അല്ലെങ്കിൽ വിശദീകരിച്ചു വരുന്ന ഒരു ഘട്ടത്തിൽ അദ്ദേഹം ഉത്തരവാദിത്വ ബോധമില്ലാതെ മാത്രം പറഞ്ഞ ഒരു കാര്യമാണ്. ശ്രീ വെള്ളാപ്പള്ളി ഒരു പണ്ഡിതനല്ലെന്ന് നമുക്ക് എവർക്കും അറിയാം, അദ്ദേഹത്തിനും അറിയാം. അതുകൊണ്ട് പരിധി വിട്ട് അദ്ദേഹത്തോട് ഒരു ഡേറ്റ ചോദിക്കുന്നതിലൊന്നും അർത്ഥമില്ല. വെള്ളാപ്പള്ളിയുടെ വീട്ടിലുള്ള ചില പ്രിയപ്പെട്ടവർ, അദ്ദേഹത്തിൻ്റെ ഭാര്യ സഹോദരി ഒക്കെ തന്നെ ഈ വിശ്വാസം സ്വീകരിച്ചവരാണ് എന്നറിയാൻ കഴിയുന്നു. പ്രമുഖനായ സംഗീതജ്ഞൻ പരേതനായ അർജുനൻ മാസ്റ്ററുടെ മകൾ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയിലെ ഒരു പാസ്റ്ററുടെ ഭാര്യയാണ്. ആ വിധത്തിൽ അനവധി ആളുകൾ, ശിഷ്യ ശശി തരൂരിൻ്റെ സഹോദരങ്ങൾ, അങ്ങനെ ധാരാളം ആളുകൾ ഈ ഈഴവ സമുദായത്തിൽ നിന്നും നായർ സമുദായത്തിൽ നിന്നും ഒക്കെ ഈ പെന്തക്കോസ്ത് വിശ്വാസം സ്വീകരിച്ചിട്ടുണ്ട്. പ്രമുഖനായ റവറൻഡ് അബ്ദുൽ കരീം അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ സൗത്ത് ഇന്ത്യയുടെ തന്നെ സൂപ്രണ്ടായിരുന്നു. അങ്ങനെ നിരവധി ആളുകൾ ഈ പല മാർഗങ്ങൾ വിട്ട് പെന്തക്കോസ്ത് വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ പണം കൊടുത്താണ് എന്നാണ് അദ്ദേഹം പറയുന്നതെങ്കിൽ അറിയേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഈ പൂന പാക്ട്, ഗാന്ധി അംബേദ്കർ സംവാദം, അത് വളരെ പ്രധാനമാണ്. ഇന്ത്യയിലെ ബ്രാഹ്മൺ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ ഒഴികെയുള്ള ആളുകൾ ഹിന്ദുക്കളല്ല എന്ന് വാദിക്കുന്ന അംബേദ്കറും അവരെയും ഹിന്ദുക്കളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തണം എന്ന് വാദിക്കുന്ന ഗാന്ധിയും തമ്മിലുള്ള അതിശക്തമായ പോരാട്ടം ഒടുക്കം ഈർവാള ജയിലിൽ മരണം വരെ നിരാഹാരമനുഷ്ഠിക്കും എന്ന് പറയാൻ മഹാത്മജിയെ പ്രേരിപ്പിച്ചു. അദ്ദേഹം മരണം വരെ അനുഷ്ഠിക്കാൻ തയ്യാറായത് എന്തിനാണെന്ന് നിങ്ങൾ ഓർക്കണം. അത് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടാനോ ഇന്ത്യയിൽ സമത്വസുന്ദരമായ ഒരു രാഷ്ട്രം രൂപകൽപ്പന ചെയ്യാനോ ഒന്നും ആയിരുന്നില്ല. മറിച്ച് അദ്ദേഹം ആഗ്രഹിച്ചത് ബാക്കി അവർണരെ കൂടി ഹിന്ദുക്കളാക്കണം. അട്ടെ അവർണറായിട്ടുള്ള ആളുകൾ, ദലിതർ, ആദിവാസികൾ,
മറ്റ് പിന്നോക്കർ, ഈഴവർ, യാദവരെന്നൊക്കെ പറയുന്ന ഈ സമൂഹത്തെ കൂടി ഇങ്ങനെ ഹിന്ദുക്കളാക്കുമ്പോൾ എന്ത് ദേശീയോദ്ഗ്രഥനം ഇവിടെ സംഭവിക്കുമെന്നും ഒന്നും ഗാന്ധിജി പറയുന്നില്ല. ഏതായാലും മരണം വരെ ഗാന്ധിജി നിരാഹാരമനുഷ്ഠിക്കാൻ തയ്യാറായത് ഒരു വർഗീയമായ, വംശീയമായ അല്ലെങ്കിൽ ചാതുവർണ്ണത്തിൻ്റെ പരിരക്ഷയ്ക്ക് വേണ്ടിയാണ് എന്നത് മഹാത്മജിയുടെ ജീവിതത്തിലെ ഒരു പുഴുക്കുത്തായി ഞാൻ വിലയിരുത്തുന്നു. മറുവശത്ത് അദ്ദേഹത്തിനുണ്ടാകാവുന്ന ജീവഹാനി ഭയന്നുകൊണ്ടും അതുണ്ടാക്കാവുന്ന ചില പ്രത്യാഘാതങ്ങൾ നിമിത്തവും അംബേദ്കർ ഈ പൂന പാക്റ്റിൽ ആ ഉടമ്പടിക്ക് ഒപ്പുവെക്കുകയും ഒടുക്കം ഈ അവർണര് ആയ ആളുകളെ കൂടി ഹിന്ദു മതത്തിൻ്റെ ഭാഗമായി പരിഗണിക്കുകയും ചെയ്യാനുണ്ടായത്. എന്നാൽ അവിടെ നിന്നുകൊണ്ട് അംബേദ്കർ എന്ത് ചെയ്തു? ഹിന്ദുമതത്തിലെ ഇത്തരത്തിലെ തെറ്റായ പ്രവണതകൾക്കൊരിക്കലും മാറ്റമുണ്ടാവില്ല എന്ന് തന്നെ മനസ്സിലാക്കിക്കൊണ്ട് ബുദ്ധിസം സ്വീകരിച്ച് മാറുകയാണ്. ഇനി കുറേയധികം ആളുകൾ കേരളക്കരയിൽ ഈ ഹിന്ദുയിസത്തെ വിട്ട്, അതായത് പൂന പാക്റ്റിന് ശേഷം വിശാലമായ ഹിന്ദു ലിസ്റ്റിൽ നിന്ന് അവർ ഇസ്ലാമിനെയോ അതല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിയോ സ്വീകരിക്കുന്ന, വൻതോതിൽ ക്രിസ്ത്യാനിറ്റിയെ സ്വീകരിക്കുന്ന സ്ഥിതി ഉണ്ടായി. ഇതിൽ ഈഴവ സമൂഹം വൻതോതിൽ തന്നെ ക്രിസ്ത്യാനിറ്റിയുടെ ഭാഗമായിട്ടുണ്ട്, ദലിതരായിട്ടുണ്ട്. ഇതാണ് വസ്തുത. അതിൽ പണവും പ്രലോഭനവുമാണ് അവരുടെ ഇച്ഛാശക്തിക്ക് പിന്നിൽ എന്നുള്ള വെള്ളാപ്പള്ളിയുടെ നിരീക്ഷണം ഒരിക്കലും വസ്തുതകൾക്ക് ചേരുന്നതല്ല. അദ്ദേഹം ഈ കാര്യങ്ങൾ പഠിച്ചിട്ടില്ല. മാത്രമല്ല, ഈ മിഷണറി പരിവർത്തനങ്ങളുടെ ഏറ്റവും വലിയ ഉപഭോക്താക്കളിൽ ഒരു കൂട്ടർ തീർച്ചയായിട്ടും വെള്ളാപ്പള്ളി ഇന്ന് പ്രതിനിധീകരിക്കുന്ന ഈഴവ സമുദായങ്ങൾ തന്നെയാണ്. കാരണം ഡോക്ടർ പൽപ്പു അദ്ദേഹം വൈദ്യശാസ്ത്ര ബിരുദമെടുത്ത് വരുമ്പോൾ അദ്ദേഹത്തോട് തിരുവിതാംകൂർ രാജാവ് പറഞ്ഞ പ്രമുഖമായ വരികളുണ്ട്. നീ ചെത്തുന്ന തെങ്ങിന് പാട്ടം തരേണ്ടതില്ല എന്ന് ആക്ഷേപിച്ചയക്കുന്ന സ്ഥിതിയുണ്ടായി. ഒരു ഈഴവൻ എല്ലായ്പ്പോഴും തെങ്ങ് ചെത്ത് തൊഴിലാളിയായിരിക്കണം എന്ന് മാത്രം നിരീക്ഷിച്ചുകൊണ്ട് നിലനിന്നിരുന്ന സനാതന ബോധത്തിൻ്റെ വൃത്തിഹീനമായ ഒരു പരിസരത്തെയാണ് അത് വ്യക്തമാക്കുന്നത് എന്ന് വെള്ളാപ്പള്ളിക്ക് അറിഞ്ഞുകൂടാഞ്ഞിട്ടല്ല. മറിച്ച് ഇവിടെ സംഭവിക്കുന്നത്, വെള്ളാപ്പള്ളി അടക്കമുള്ള ചില ധനാഢ്യർ ഈഴവ സമുദായത്തിൽ ശക്തിപ്പെട്ടതോടുകൂടി അവർക്ക് ഈ ബ്രാഹ്മണിക്കൽ ഹൈമണിയുടെ ചില സുഖങ്ങളും അതുവഴി സ്വയം ഒരു ബ്രാഹ്മണ പദവി ആർജിക്കാൻ സാധിക്കുമെന്നൊക്കെ ഉള്ള ഒരു വ്യാമോഹം ഹൃദയത്തിൽ എങ്ങനെയോ രൂപപ്പെട്ടു വന്നു. എന്നാൽ അതൊന്നും വസ്തുതാപരമല്ല. ഒരിക്കലും നമ്മുടെ രാജ്യത്ത് നിൽക്കുന്ന ആ ക്ലാസ് സിസ്റ്റം വെള്ളാപ്പള്ളി എത്ര സമ്പന്നനായിരുന്നാലും അദ്ദേഹത്തെ ഉൾക്കൊണ്ടുപോകാൻ പര്യാപ്തമായിരിക്കുന്നില്ല എന്നതാണ് സത്യം. നായാടി മുതൽ നമ്പൂതിരി വരെ എന്ന രൂപേണ അദ്ദേഹം പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന ആശയഗതികളെല്ലാം ഏതാണ്ടൊക്കെ പരാജയപ്പെട്ടിരിക്കുന്നു. ഈ ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു വിടുന്ന ഈ വാക്കുകൾക്ക് വേണ്ടത്ര ഉത്തരവാദിത്വ ബോധമില്ല എന്നുള്ളതാണ് സത്യം. മാത്രമല്ല, ഇന്ന് ഹിന്ദുയിസത്തെ പുകഴ്ത്താനോ അല്ലെങ്കിൽ മതപരിവർത്തനം ചെയ്തു പോകുന്ന ആളുകളെക്കുറിച്ച് ആവലാതിപ്പെടാനോ തയ്യാറാകുന്ന വെള്ളാപ്പള്ളി അറിയേണ്ടത്, മുമ്പൊരിക്കൽ നമ്മുടെ നാട്ടിൽ, അതായത് ഏതാണ്ടൊരു 80-100 കൊല്ലങ്ങൾക്കൊക്കെ മുമ്പ് നമ്മുടെ നാട്ടിൽ ഒരു ഈഴവൻ തൻ്റെ വീട്ടിൽ പപ്പടം കാച്ചണമെങ്കിൽ സവർണൻ്റെ അനുമതി വാങ്ങേണ്ട ഒരു പരിസ്ഥിതി ഉണ്ടായിരുന്നു. 5 കൂട്ടം കറികൾ കൂട്ടി സദ്യ ഉണ്ടാക്കുന്നതിന് അദ്ദേഹത്തിന് ഇങ്ങനെ സവർണൻ്റെ അനുമതി വേണമായിരുന്നു. നമ്മൾ ചരിത്രത്തിൽ അറിയുന്ന രസകരമായ ഒരു കാര്യമുണ്ട്. ഈ ആലിമുട്ടിൽ ചാന്നാൻ എന്നറിയപ്പെടുന്ന ഒരു ഈഴവനുണ്ടായിരുന്നു. അക്കാലത്ത് തിരുവിതാംകൂറിൽ കാറുള്ള 2 പേരിൽ ഒരുവനായിരുന്നു ഈ ആലിമുട്ടിൽ ചാന്നാൻ. ആലിമുട്ടിൽ ചാന്നാൻ്റെ കാർ ഓടിക്കുന്നത് സവർണനായ നായരായ ഒരു ഡ്രൈവറായിരുന്നു. അദ്ദേഹത്തെ ഈ കാറിലേറ്റിക്കൊണ്ട് വരും വഴിക്ക് മാവേലിക്കര ക്ഷേത്രവളപ്പിൻ്റെ മുമ്പിലൂടെയുള്ള റോഡിൽ കൂടി വരുമ്പോൾ ഈ ചാന്നാൻ അതുവഴി വരുമ്പോൾ ക്ഷേത്രം അശുദ്ധമാകും, ആ വഴി പോകാൻ കഴിയില്ല. അതുകൊണ്ട് അത് വലിയ പ്രശ്നമാകും. അതുകൊണ്ട് ആലിമുട്ടിൽ ചാന്നാനെ വഴിയുടെ ഒരു ഭാഗത്ത് ഇറക്കിയിട്ട് അദ്ദേഹം ഒരു ഷോർട്ട് കട്ട് കണ്ടുപിടിച്ച് ഈ കാറ് വളഞ്ഞു വരുന്ന വഴിയിൽ പോയി നിന്ന്, അല്ലെങ്കിൽ കാറ് നേരത്തെ ചെല്ലും, ഇദ്ദേഹം ഈ കാടും പള്ളയൊക്കെ കടന്ന് ആകെ പോയി നിന്ന് ഇതിൽ കടന്നു പോകേണ്ട ഒരു കാലഘട്ടമുണ്ടായിരുന്നു. മാത്രമല്ല, തൻ്റെ ഡ്രൈവറെ താൻ ശമ്പളം കൊടുത്ത് തീറ്റിപ്പോറ്റുന്ന തൻ്റെ ആനുകൂല്യം പറ്റി ജീവിക്കുന്ന ഈ മനുഷ്യനെ, ഈ നായരെ തമ്പുരാനെ എന്ന് വിളിക്കേണ്ട ഒരു പരിസ്ഥിതിയും ഈ ആലിമുട്ടിൽ ചാന്നാന് നിലനിന്നിരുന്നു എന്നുള്ള കാര്യം വെള്ളാപ്പള്ളി വായിച്ചറിയുന്നതാണ്. പി ഭാസ്കരൻ ഉണ്ണിയുടെ 20-ാം നൂറ്റാണ്ടിലെ കേരളം, 19-ാം നൂറ്റാണ്ടിലെ കേരളം, ഇങ്ങനെയുള്ള കൃതികളുണ്ട്. ഇത് വായിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാകും ഒരു കാലഘട്ടം എങ്ങനെയായിരുന്നു ഈഴവ സമൂഹം നമ്മുടെ രാജ്യത്ത് അടിമത്തത്തിന് വിധേയമായി കഴിഞ്ഞിരുന്നതെന്ന്. പ്രസിദ്ധമായ ദളവാക്കുളമുണ്ട്. അത് ആ ഭാഗത്തുനിന്ന് വൈക്കം മുനിസിപ്പാലിറ്റിയുടെ ബസ് സ്റ്റാൻഡാണ്. അവിടെ ഒരു കുളത്തിൽ ഈ വേലുത്തമ്പി ദളവ ഈഴവ സഹോദരങ്ങളെ കൊന്നുതള്ളി എത്രമാത്രം ഹീനമായ വിധത്തിൽ അവരോട് പെരുമാറിയിരുന്നു എന്നുള്ളതിൻ്റെ കാര്യകാരണങ്ങൾ വെള്ളാപ്പള്ളി പഠിക്കുന്നത് വളരെ നല്ലതാണ്. ഇനിയുമുണ്ട് ഒട്ടേറെ കഥകൾ പറയാൻ. തിരുനക്കര മൈതാനത്ത്
ഒരു തീണ്ടാപ്പലക വെച്ചിരുന്നു. ഈഴവരാതിയായ പിന്നോക്കർ ഇതുവഴി കടന്നു പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് പലകയിൽ ബോർഡ് എഴുതി വെച്ചിരുന്ന ഒരു നാടാണ് നമ്മുടെ കേരളം എന്നോർക്കുക. ഈ പരിസ്ഥിതി എല്ലാം വെട്ടിമാറ്റിക്കൊണ്ട് ഇന്ന് കാണുന്ന അളവിലേക്ക് മാനവ സംസ്കാരത്തെ രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ ഒന്നാം സ്ഥാനം വഹിച്ചത് ക്രിസ്ത്യാനിറ്റി തന്നെയാണ്. നവോത്ഥാനത്തിൻ്റെ പുത്രൻ ചരിത്രനായകന്മാരാരും അല്ലെങ്കിൽ അതിൻ്റെ ചരിത്ര വക്താക്കളാരും ക്രിസ്ത്യാനിറ്റിയുടെയോ വിശുദ്ധ ബൈബിളിൻ്റെയോ ഇതിൻ്റെ പിന്നിലെ സ്വാധീനത്തെക്കുറിച്ചൊരക്ഷരം ഉരിയാടാതെ ഇക്കാര്യത്തിൽ മിഷനറിമാർ ചിലതൊക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ള ഒഴുക്കൻ മറ്റ് ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ കാണുന്നു. എന്നാൽ ശ്രീനാരായണ ഗുരുവോ സഹോദരൻ അയ്യപ്പനോ കുമാരനാശാനോ അയ്യങ്കാളിയോ ഡോക്ടർ പൽപ്പുവോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലെ മന്നത്ത് പത്മനാഭനോ ഒക്കെ ഇത്തരത്തിൽ ജാതീയമായ സാമൂഹ്യമായ പരിഷ്കർത്താക്കളായി രംഗത്ത് വരുന്നതിന് മുമ്പ് എല്ലാവർക്കും വിദ്യാഭ്യാസം, എല്ലാവർക്കും പൊതുനിരത്തുകളിലൂടെ നടക്കാനുള്ള സ്വാതന്ത്ര്യം, എല്ലാവരുടെയും മനുഷ്യാവകാശങ്ങളുടെ പരിരക്ഷ എന്ന നിലയിൽ കാര്യാദികളെ കണ്ടത് യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രസംഗിച്ചിരുന്ന മിഷനറിമാരാണ്. അവർ മുമ്പോട്ട് വച്ച ആശയങ്ങൾ എല്ലാം തന്നെ പൂർണ്ണ വിജയത്തിലെത്തിയെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. അത് ഗ്രാജുവലായ ഒരു പുരോഗതിയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. എങ്കിലും ആശാവഹമായ മുന്നേറ്റമാണ് ഈ നിലയിൽ മിഷനറിമാർ ഇന്ത്യയിൽ നടത്തിയിട്ടുള്ളത്. അത് പണം കൊടുത്ത് ആണ് എന്ന് പറയുന്നത് സ്വന്തമായി ചിന്തിക്കാനും തൻ്റെ താല്പര്യങ്ങളെ തിരഞ്ഞെടുക്കാനുമുള്ള സാധാരണ മനുഷ്യൻ്റെ ഇച്ഛാശക്തിയെ പണം കൊടുത്ത് വിലയ്ക്ക് വാങ്ങാം എന്ന നിലയിൽ വെള്ളാപ്പള്ളിയെ പോലെയുള്ള ആളുകൾ പ്രചരിപ്പിക്കുന്നത് വളരെ ദയനീയമായ ഒന്ന് എന്നേ പറയാനുള്ളൂ. ഞാനിനി ഒന്നുകൂടി പറയട്ടെ. വെള്ളാപ്പള്ളി എന്നല്ല, ഏതൊരു പിന്നോക്കനും, അതായത് ഈഴവരും ആദിയായ സമൂഹം, അതിൻ്റെ താഴോട്ടുള്ള സമൂഹങ്ങൾ ഇവിടെ അനുഭവിച്ചു പോന്നിരുന്ന ദുരിതങ്ങളുണ്ടല്ലോ. ഈ ദുരിതങ്ങളിൽ അവർ പണിയെടുത്തോ മറ്റോ പണമുണ്ടാക്കിയാൽ ആ പണം ഒരിക്കലും ചാതുർവർണ്ണയ ബോധത്തിൻ്റെ ഏതെങ്കിലും തലത്തിൽ ഒന്നാം നിരയിലേക്ക് ബ്രാഹ്മണ്യത്തിൻ്റെ വഴിയിലേക്കൊന്നും എത്താൻ അവരെ ഒരിക്കലും അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. പണമാണ് ഇത്തരം പ്രശ്നങ്ങളെ നേരിടാനുള്ള പരിഹാരമെങ്കിൽ ഈ ജഗജീവൻ റാം എന്നൊരു ദലിതനുണ്ടായിരുന്നു. ഇന്ദിരാഗാന്ധിയുടെ ഒക്കെ മന്ത്രിസഭയിൽ കോൺഗ്രസിൻ്റെ നേതാവാണ്. അദ്ദേഹം ഒരു വർഷം അടയ്ക്കേണ്ട ടാക്സ് 25 ലക്ഷം രൂപയായിരുന്നു അക്കാലത്ത്, ഒരു വർഷം. അപ്പോൾ ഇത്രയും വലിയൊരു ധനാഢ്യന് ഈ രാജ്യത്ത് അധികമൊന്നും പ്രസക്തി ഉണ്ടായില്ല. അദ്ദേഹം കൂടുതലായിട്ടൊന്നും പരിഗണിക്കപ്പെട്ടില്ല. അദ്ദേഹത്തിന് ലഭ്യമായ സ്ഥാനമാനങ്ങളെ ഇന്ദിരാഗാന്ധി തന്ത്രപൂർവ്വം മാറ്റിക്കളഞ്ഞൊരു ചരിത്രം നമ്മുടെ നാട്ടിലുണ്ട്. എന്താണ് ഈ പറഞ്ഞു വന്നത്? ചാതുർവർണ്ണ്യം എന്നുള്ള, അത് മായാസിഷ്ടമാണെന്ന് വിശ്വസിക്കുന്ന, അത് ദൈവീകമാണെന്ന് വിശ്വസിക്കുന്ന സനാതനധർമ്മത്തിൻ്റെ വൃത്തികെട്ട പരിസരങ്ങളിൽ ഒരു അടിമയെപ്പോലെയോ ഒരു അടുത്തൂൺ പെട്ടിയെപ്പോലെയോ ഒരു വിറക് വെട്ടിയെപ്പോലെയോ ഒരു വെള്ളം കോരിയെപ്പോലെയോ ജീവിക്കേണ്ട വെള്ളാപ്പള്ളിയും മറ്റു പിന്നോക്കരും ഈ മാർഗമൊക്കെ വിട്ട് വേറെ ഏത് മാർഗം സ്വീകരിച്ചാലും അത് പണം കൊടുത്താണ് എന്ന് സ്വയം ചിന്തിക്കുന്നത് ഏറ്റവും അവകാശകരമായൊരു കാര്യമാണ്. താങ്കളുടെ തന്നെ കമ്മ്യൂണിറ്റിയെ പണത്തിന് വിധേയരാകുന്ന ചഞ്ചലഹൃദയരായി സ്വയം ചുരുക്കിക്കാണുന്നത് ആ സമൂഹത്തോടുള്ള അവഗണനയാണ്. ഇനി വേടൻ്റെ വിഷയത്തിലേക്ക് വന്നാൽ, വേടനെതിരെ പ്രതികരിച്ചുകൊണ്ട് RSSൻ്റെ നേതാവായ ഒരു ശ്രീ മധു, അദ്ദേഹം വളരെ വിദ്യാസമ്പന്നനാണ്, നന്നായിട്ട് പ്രസംഗിക്കാനറിയാം. എനിക്ക് വലിയ തമാശ തോന്നി. അദ്ദേഹം ചാതുർവർണ്ണത്തിനൊക്കെ എതിരെ എത്ര ആവേശഭരിതമായിട്ടാണ് സംസാരിക്കുന്നത്. എന്തറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്? ആർക്കെതിരെയാണ് സംസാരിക്കുന്നത്? ഈ മൈക്രോഫോൺ തിരിച്ചു വെക്കേണ്ടത് സ്വന്തം അണികളുടെ കാതിലേക്കാണ്. ചാതുർവർണ്ണ്യം സൃഷ്ടിച്ച നിങ്ങൾ ദൈവമെന്ന് വിശ്വസിക്കുന്ന, നിങ്ങൾ ശ്രേഷ്ഠരെന്ന് വിശ്വസിക്കുന്ന ബ്രഹ്മത്തിൻ്റെ, വിഷ്ണുവിൻ്റെ അവതാരങ്ങളുടെ കാതിലേക്കാണ് ഈ സന്ദേശം അടിച്ചു കയറ്റേണ്ടത്. നിങ്ങളുടെ മതഗ്രന്ഥങ്ങളെ നിങ്ങളാണ് ചുട്ടുകരിക്കേണ്ടത്. മനുസ്മൃതി അംബേദ്കർ ചുട്ടുകരിച്ചപ്പോൾ എന്തെല്ലാം കോലാഹലമായിരുന്നെന്ന് ഇന്നതിനൊക്കെ മൊഴി മാറ്റിയിട്ടുണ്ട്. മനുസ്മൃതി ഉണ്ടാക്കിയത് സായിപ്പാണെന്ന് പറയത്തക്ക വിധത്തിലേക്ക് ചില ആളുകൾ തയ്യാറെടുത്തു വന്നിരിക്കുന്നു. ശ്രീ രാമചന്ദ്രനെ പോലെയുള്ള ആളുകളുണ്ടല്ലോ, ഇവരൊക്കെ പറയുന്നത് ഈ മനുസ്മൃതി സായിപ്പ് ഉണ്ടാക്കിയതാണ് ഇന്ത്യക്കാരെ തമ്മിലടിപ്പിക്കാൻ. ഏതായാലും ഒരു കാര്യം ഉറപ്പായി, ഈ ഇന്ത്യക്കാരെ തമ്മിലടിപ്പിച്ചത് സായിപ്പാണെങ്കിൽ അതിന് മനുസ്മൃതിയാണ് കാരണമെങ്കിൽ നിങ്ങൾ ആ മനുസ്മൃതി ചുട്ടുകരിച്ച അംബേദ്കറോട് എന്തിന് കലഹിച്ചു? ആ മനുസ്മൃതി വൈക്കത്ത് ചുട്ടുകരിച്ച അതിശക്തമായ ഒരു പ്രക്ഷോഭം വൈക്കം സത്യാഗ്രഹത്തിൻ്റെ വാർഷിക വേളയിൽ സംഭവിച്ചു തീർക്കുന്നുണ്ട്. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഒരു വാർഷികാഘോഷം നമ്മുടെ വൈക്കത്ത് നടക്കുന്ന കാലഘട്ടത്തിൽ ഇതാ ഈ മനുസ്മൃതി കത്തിച്ചത് വലിയ സംഭവമായി. ഈ രാജ്യത്തിലെ യഥാസ്ഥിതി ഹിന്ദുക്കൾ ഉണർന്നു, സവർണ ഹിന്ദുക്കൾ ഉണർന്നു, അതിനെതിരെ വലിയ കലാപം നടത്തി. അന്ന് ഈ മനുസ്മൃതി കത്തിച്ച ആളുകൾ ഈ ആക്ടിവിസ്റ്റായ സലീം കുമാറിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ ഈ തെരുവിലൂടെ വിളിച്ചുകൊണ്ട് പോയ മുദ്രാവാക്യം മനുസ്മൃതി ഞങ്ങൾ കത്തിക്കും, വേണ്ടി വന്നാൽ ഇനിയും കത്തിക്കും, ഖുറാനും ബൈബിളും കത്തിക്കും എന്നൊക്കെയുള്ള നിലയിലാണ്. അത് അത്തരത്തിൽ അവർ പറയുമ്പോൾ നിങ്ങൾ അന്ന് അതിനെതിരെ കലഹിച്ച ആളുകൾ വൈകി ഉദിച്ച ഒരു ബുദ്ധി എന്ന നിലയിൽ ഇപ്പോൾ എല്ലാവരെയും ചേർത്തുകൊണ്ട് ഹിന്ദുമതത്തിൻ്റെ സനാതനധർമ്മത്തിന് ഒരു പരിഷ്കാരത്തിൻ്റെ പെയിൻ്റ് അടിച്ച് സമൂഹത്തിൽ എത്തിക്കാൻ ശ്രമിക്കുകയാണ്. ഇതിനിടയിലാണ് വേടൻ എന്ന റാപ്പ് മ്യൂസിക് സംഗീതജ്ഞൻ, അദ്ദേഹം
ചില കവിതകൾ രചിച്ചുകൊണ്ട് മുമ്പോട്ട് വരുന്നു. അദ്ദേഹത്തിൻ്റെ കവിതകൾ തീയുണ്ടകൾ വർഷിക്കുന്ന അനുഭവമാണ് ഈ സവർണ മേലധികാരികളുടെ അല്ലെങ്കിൽ പ്രമാണിമാരുടെ ഹൃദയത്തിലേക്ക് എത്തിച്ചത്. അദ്ദേഹത്തിൻ്റെ കവിതയുടെ അർത്ഥം മനസ്സിലാകാഞ്ഞിട്ടാണോ അതോ വേടൻ മുമ്പോട്ട് വെച്ച ആശയങ്ങളുടെ കാഠിന്യം കൊണ്ടാണോ ശ്രീ മധുവിനെ പോലുള്ളവർക്ക് പൊള്ളുന്നു, അവർക്ക് അസഹനീയമായി തോന്നുന്നു. മാത്രമല്ല, ഒരു ഘട്ടത്തിൽ കൈവിട്ട ഭരണകൂടം ഈ വേടൻ എന്ന ഈ സംഗീതജ്ഞനെ കരങ്ങളിലേറ്റി കൊണ്ടുപോകുന്നു. അപകടം മണത്തിട്ട് വേടനെ പിന്തുണച്ചില്ല എങ്കിൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തിനെക്കുറിച്ച് നമ്മുടെ ബുദ്ധിജീവികളും നമ്മുടെ ഭരണകൂടവും ഒക്കെ തിരിച്ചറിഞ്ഞ് വേടൻ്റെ താരപരിവേഷം വല്ലാതെ ഉയർന്നു. നോക്കണം, കഞ്ചാവ് കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട വേടൻ്റെ താരപരിവേഷത്തെ നിങ്ങളാണ് ഉയർത്തിയത്, ഈ വനം വകുപ്പുമൊക്കെയാണ് ഉയർത്തിയത്. എത്ര വൃത്തിഹീനമായൊരു നിലയിലാണ് വേടൻ എന്ന ഒരു ചെറുപ്പക്കാരനെ കൈകാര്യം ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും എന്നോട് ചോദിക്കുക, വേടനെന്നല്ല ആര് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതും ആര് ലഹരി ഉപയോഗിക്കുന്നതും അങ്ങേറ്റം മോശമാണെന്നും അത് അവനെ തന്നെ നശിപ്പിക്കുമെന്നും വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത് കലാഭവൻ മണി ഉപയോഗിച്ചാലും നടൻ ശ്രീനിവാസൻ ഉപയോഗിച്ചാലും അത് ഏതൊരു മനുഷ്യനും എല്ലാ കാലത്തും എതിർക്കേണ്ട ഒരു വലിയ സാമൂഹിക വിപത്താണ് ലഹരി. അത് വേടനെന്നല്ല യാതൊരാൾക്കും ഉപയോഗിക്കാൻ സംഗതി വരാതിരിക്കട്ടെ എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആകാംക്ഷയും പ്രാർത്ഥനയും. പക്ഷേ ഇവയെല്ലാം കൂടെ കൂട്ടിക്കുഴച്ചുകൊണ്ട് വേടൻ എന്ന ഒരു കലാകാരനെതിരെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ക്യാമ്പയിനിങ് ഫലപ്രദമാകുന്നില്ല. അതിന് വനം വകുപ്പ് കൂട്ടുകൂടുന്നു, അതിന് പോലീസ് രംഗത്ത് വരുന്നു. എല്ലാം കൊണ്ടും ഒടുവിൽ അയാൾക്ക് ജാഫ്ന ബന്ധമുണ്ട് എന്ന നിലയിലേക്ക് തമിഴ് തീവ്രവാദിയാക്കി അവതരിപ്പിക്കുന്നു. ഇതിനിടയിലാണ് RSS മേധാവി ശ്രീ മധുവിനെ പോലൊരാൾ വന്നിട്ട് അതിശക്തമായ പ്രസംഗം വേടനെതിരെ നടത്തുകയാണ്. വേടൻ സമൂഹത്തിൽ വേർതിരിവുണ്ടാക്കുന്നു. വേടനേക്കാൾ വേർതിരിവുണ്ടാക്കിയത് നിങ്ങളുടെ മതഗ്രന്ഥമല്ലേ സാർ? ആ മതഗ്രന്ഥത്തിൽ എവിടെയാണ് മാനവികത, മനുഷ്യരൊന്ന് എന്ന് പറയുന്ന ഒരു ചിന്ത നിങ്ങൾക്കിതിൽ നിന്ന് കാണിക്കാമോ? പാതി അടർത്തി വെക്കുന്ന വാക്കുകൾ വിട്ടിട്ട് നിങ്ങളുടെ വേദങ്ങളിൽ, നിങ്ങളുടെ ഇതിഹാസങ്ങളിൽ, നിങ്ങളുടെ പുരാണങ്ങളിൽ നിന്ന് മാനവരാശി ഒന്നാണ്, അത് ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ വിഘടിച്ചു നിൽക്കേണ്ടവരല്ല എന്ന് പറയുന്ന മനുഷ്യ സ്നേഹത്തിൻ്റെ ഒരു വാക്ക്, ഒരക്ഷരം ഉരിയാടാനുള്ള ത്രാണി ശ്രീ മധുവിനുണ്ടോയെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇവിടെ ഇങ്ങനെയൊന്നും ഈ സമൂഹത്തിൽ കിടന്ന് നിങ്ങൾ പ്രസംഗിച്ച് ചാതുർവർണ്ണത്തിനെതിരെ ഇങ്ങനെ ചന്ദ്രകാശം ഇളക്കിയാലൊന്നും നിങ്ങളുടെ സമൂഹത്തിൽ നിന്ന് അത് മാറാൻ പോകുന്നില്ല. അതിൻ്റെ കാരണം അത് മായാസൃഷ്ടമാണ്. നിങ്ങളുടെ ദേവൻ ഈ ജനാവലിയെ സൃഷ്ടിക്കുമ്പോൾ ബ്രാഹ്മൺ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്ന് പറയുന്നത് ഇന്ന് നായരെന്ന് നമ്മൾ വിവക്ഷിക്കുന്ന ആ സമൂഹത്തെയാണ്. അവിടെ വരെയുള്ള ആളുകളെ സൃഷ്ടിക്കാനേ ബ്രഹ്മാവിന് സമയം കിട്ടിയുള്ളൂ. ഈ രാജ്യത്ത് യാദവരുണ്ടേ, ഈ രാജ്യത്ത് ചണ്ടാളരുണ്ടേ, ഈ രാജ്യത്ത് ഈഴവരുണ്ടേ, ദലിതരുണ്ടേ, യഹൂദന്മാരുണ്ടേ, മുസ്ലിങ്ങളുണ്ടേ, എണ്ണിയാലൊടുങ്ങാത്ത ധാരാളം വിഭാഗങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ടെങ്കിൽ ഇവരെ ഒന്ന് സൃഷ്ടിക്കാനുള്ളൊരു ബോധം സത്യത്തിൽ ഈ ബ്രഹ്മാവിന് ഇല്ലാതെ പോയി. ബ്രഹ്മോ എന്തുമായിക്കൊള്ളട്ടെ, അദ്ദേഹത്തിന് ഇല്ലാതെ പോയി. ഇതിനാണ് നമ്മളെ പ്രമുഖനായിട്ടുള്ള പെരിയോർ EV രാമസ്വാമി നായ്ക്കർ വൈക്യസത്യാഗ്രഹ വേളയിൽ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഈ ബ്രാഹ്മണൻ്റെ തലയിൽ നിന്ന്, ബ്രഹ്മത്തിൻ്റെ തലയിൽ നിന്ന് ബ്രാഹ്മണരുണ്ടായി, അദ്ദേഹത്തിൻ്റെ നെഞ്ചിൽ നിന്ന് ക്ഷത്രിയരുണ്ടായി, അരയിൽ നിന്ന് ശൂദ്രരുണ്ടായി, കാൽപാദത്തിൽ നിന്ന് അരയിൽ നിന്ന് വൈശ്യരുണ്ടായി, കാൽപാദത്തിൽ നിന്ന് ശൂദ്രരുണ്ടായി. അപ്പോൾ ബാക്കി നമ്മളൊക്കെ എങ്ങനെ ജനിച്ചു എന്ന് ചോദിക്കുമ്പോൾ ആളുകൾ ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ ഈ പെരിയവർ പറയുന്നത് നമ്മളൊക്കെ അപ്പനും അമ്മയ്ക്കും പിറന്നു. അങ്ങനെയാണ് പെരിയവർക്ക് തന്തൈ പെരിയവർ എന്ന് പേരുണ്ടായത്. ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ ലോജിക്കലായി യുക്തിസഹജമായി ചിന്തിക്കുന്ന ഒരു സമൂഹം ഉയർന്നു വന്നപ്പോൾ അതിനിടയിൽ നിന്ന് ശ്രീ വേടൻ പാടുന്ന പാട്ടുകളിൽ അദ്ദേഹം എന്താണ് പറയുന്നത്? ഞാൻ പാണനല്ല, പറയനല്ല, പുലയനല്ല. എന്നിട്ട് അദ്ദേഹം പറയും നീ തമ്പുരാനുമല്ല എന്ന് പറഞ്ഞിട്ട് ആണെങ്കിൽ എന്ന് പറഞ്ഞ ശേഷം വേടൻ സാധാരണഗതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആ പദങ്ങളിൽ നിന്നൊക്കെ വിഭിന്നമായി തമിഴ്നാട്ടുകാർ തലമുടിക്ക് പറയുന്ന ഒരു പേര് ഉദ്ധരിക്കുകയാണ്. അത് കളിയിക്കാവിളയിൽ തെറിയല്ല, അതിൻ്റെ ഇപ്പുറത്തോട്ട് കടന്നാൽ അത് ചീത്തയായിട്ട് മാറും. നമ്മളത് സാധാരണഗതിയിൽ ഉപയോഗിക്കാറില്ല, അതാണ് സത്യം. പക്ഷെ ഒരു കാര്യം, ഇത്തരത്തിലെ പ്രയോഗങ്ങൾ ഒരു കവിതയിൽ തെറ്റാണെങ്കിൽ ആദ്യം നമ്മൾ ശിക്ഷിക്കേണ്ടത് കടമനിട്ട രാമകൃഷ്ണനെയാണ്. കടമനിട്ട രാമകൃഷ്ണൻ ഇതിലും തീവ്രമായ ഭാഷയിലാണ് കാളിമയാർന്നോളെ എൻ കാമിനി നീയാണല്ലോ പച്ച മണക്കും നിന്തനു പുൽകാൻ എന്ന രൂപത്തിൽ ഒരു കവിത എഴുതി ബാക്കി ഒരു പൊതുസമക്ഷം അത്ര പെട്ടെന്ന് പാടാൻ കഴിയാത്ത വിധത്തിൽ ധാരാളം പ്രയോഗങ്ങൾ, അത് ഇന്നർ മീനിങ്ങുകളുള്ള പദപ്രയോഗങ്ങൾ ഒക്കെ അദ്ദേഹം പ്രയോഗിച്ചിട്ടുണ്ട്. നമ്പ്യാർ ഇത്തരം പദപ്രയോഗങ്ങൾ ധാരാളമായി നടത്തിയിട്ടുണ്ട്. ഇനി നിങ്ങളുടെ തിരുവാതിര കളികളിലുമൊക്കെ എന്തെല്ലാമാണ് പാടിക്കൊണ്ടിരുന്നത്? ആ പാട്ടുകളിലൊക്കെ നമ്മൾ കേൾക്കുന്ന മുഴുവൻ ഇത്തരത്തിലുള്ള ശുദ്ധ
ലൈംഗികത ഒരല്പം മൊഴിമാറ്റി ചർച്ച ചെയ്തിട്ടുണ്ട്. അന്നൊന്നുമില്ലാത്ത വിമർശനം വേടന്റെ പാട്ടിലെ ഒരു വാക്കിനെ ഉദ്ധരിച്ചുകൊണ്ട്, ഒരു പദത്തെ ഉച്ചരിച്ചുകൊണ്ട് പറയുമ്പോൾ കേരളീയ സമൂഹം അതിൻ്റെ വിമർശനങ്ങളുടെ ശരി സ്വരം ഏറ്റെടുത്തു. അല്ല, വേടൻ ഒരു ചീത്ത വാക്കാണ് പറഞ്ഞതെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് നമ്മുടെ പ്രസിദ്ധമായ കേരളത്തിലെ ഒരു ക്ഷേത്രത്തിൽ നടക്കുന്ന ചീത്തത്തരങ്ങളുടെ പാട്ടുണ്ടല്ലോ, അതും പാടിക്കൊണ്ട് പൊതുജനങ്ങൾ കടന്നു പോകുന്ന തെരുവീതിയിലൂടെ വാളും ചിലമ്പും എത്തിക്കൊണ്ട് തുള്ളി ഉറഞ്ഞുകൊണ്ട് വെളിച്ചപ്പാടന്മാർ പാടി വരുന്ന ചിലതരത്തിലെ വൃത്തികെട്ട പാട്ടുകളുണ്ട്. എവിടെയായിരുന്നു നിങ്ങളുടെ സദാചാരബോധം? എവിടെയായിരുന്നു നിങ്ങളുടെ നീതിനിഷ്ഠ? ഇതൊന്നുമില്ലാതെ നിങ്ങൾ വേടൻ എന്നൊരു മനുഷ്യനെതിരെ തിരിയുമ്പോൾ ഒരു കാര്യം ഓർക്കേണ്ടത്, ഇത് ബ്രാഹ്മണിക്കൽ ഹെജിമണിയുടെ മറ്റൊരു രൂപമാണ്. കാരണം ഇതിനു മുമ്പ് സമൂഹത്തിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ശ്രമിച്ച പലരും അത് ചെയ്തിട്ട് മിണ്ടാതിരിക്കുന്ന RSSന്റെ നേതാവ് എന്തേ വേടന്റെ പാട്ട് നിങ്ങളെ ഇത്ര കണ്ട് അസ്വസ്ഥപ്പെടുത്തിയത്? എന്തേ ബുദ്ധിമുട്ടിച്ചത്? വേടൻ ജാതീയമായ അസ്വസ്ഥതയല്ല സൃഷ്ടിക്കുന്നത്. അയാൾ പറയുന്നത് ഞാൻ പാണനല്ല, ഞാൻ പറയനല്ല, പുലയനല്ല എന്ന്, ഞാൻ മനുഷ്യനാണ് എന്ന് പറയുന്ന മാനവികതയുടെ ഉയർന്ന ചിന്തയാണ് അദ്ദേഹം മുമ്പോട്ട് വെക്കുന്നത്. അടുത്തതായി പറയുന്നത് വേടന്റെ പിന്നിൽ ജിഹാദികളുണ്ട്. തീർച്ചയായും ഞാനും ജിഹാദികൾക്കെതിരെ ആശയ സമരം നടത്തുന്ന ഒരാളാണ്. വേടന്റെ പാട്ടിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അറാഫത്തിനെ അല്ലെങ്കിൽ ഈ റോഹിംഗ്യൻ അഭയാർത്ഥികളെ ഒക്കെ മഹത്വവൽക്കരിക്കുന്നത്. തീർച്ചയായും അഭയാർത്ഥികളുടെ രൂപത്തിൽ നമ്മുടെ നാട്ടിലേക്ക് നുഴഞ്ഞു കിടക്കുന്ന ഈ തീവ്രവാദികളെക്കുറിച്ച് വേടനും തെറ്റിദ്ധരിച്ചിരിക്കാം. അദ്ദേഹത്തിൻ്റെ ഗഹനമായ പഠനത്തിൽ അതൊക്കെ മാറ്റിയെടുക്കാൻ അദ്ദേഹത്തിന് കഴിയട്ടെ. അത് മാത്രമല്ല, മറിച്ചൊരു കാര്യമുള്ളത്, അങ്ങനെയുള്ള മനുഷ്യരെ വേടൻ മാത്രമല്ല ഒരു വലിയ ജനാവലി പിന്തുണയ്ക്കുന്നുണ്ട് എന്നുകൂടി അറിയണം. പാലസ്തീനികളെ പിന്തുണയ്ക്കുന്നവരുണ്ട്. ഞാൻ പാലസ്തീനികളെ, ഹമാസ് തീവ്രവാദികളെ, ISISനെ ഒന്നും പിന്തുണയ്ക്കുന്ന ആളല്ലെന്ന് നിങ്ങൾക്കറിയാം. എത്ര വീഡിയോകൾ അതിനെതിരെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരുവൻ തൻ്റെ ആശയം സ്വതസിദ്ധമായി പറയുമ്പോൾ, അതിൻ്റെ പിന്നിൽ ആരോ ഉണ്ടെന്ന് പറയുമ്പോൾ, മധു ഇങ്ങനെ പറയുമ്പോൾ മധുവിന് പിന്നിൽ ആരോ ഉണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. വെള്ളാപ്പള്ളി പറയുന്നത് ഇങ്ങനെയാണ്, പണം കൊടുത്തിട്ട് മതപരിവർത്തനം ചെയ്യുമെന്ന് പറഞ്ഞാൽ ഈ മനുഷ്യന് സ്വന്തം ചിന്താശേഷിയോ ബുദ്ധിയോ തിരഞ്ഞെടുക്കാനോ സ്വാതന്ത്ര്യമില്ല. അവന് പണം കൊടുത്താൽ അവൻ മാറും എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇതുതന്നെയാണ് ശ്രീ മധു പറയുന്നത്, പിന്നിൽ ജിഹാദിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വേടനെ പാർശ്വവൽക്കരിക്കാൻ ശ്രമിക്കുന്നതാണ്. വേടന് സ്വതസിദ്ധമായ സംഗീതത്തിനുള്ള സർഗാത്മകത ഇല്ലെന്നാണോ അതിൻ്റെ അർത്ഥം? അതോ വേടൻ അങ്ങനെ ഒരു നിലപാടെടുക്കാൻ അവകാശമില്ലെന്നാണോ? വേടൻ മാത്രമല്ല പലരും എടുത്തിരിക്കെ ഈ ഹിരൺ മുരളിക്ക് മാത്രമാണ് എന്തേ ഇത്ര പ്രത്യേകത? മാത്രമല്ല, പ്രസിദ്ധമായ ഒരു കിണ്ടി വിവാദം ഓർക്കുന്നുണ്ടല്ലോ താങ്കളെന്നാണ് എൻ്റെ ചിന്ത. ശ്രീജിത്ത് IPS എന്ന് പറയുന്ന ഒരു പോലീസ് ഓഫീസർ, ഒരു ഉന്നത പോലീസ് ഓഫീസർ നമ്മുടെ നാട്ടിലില്ലേ, അദ്ദേഹം ഇവിടെ വന്നിട്ട് തറവാടിത്തത്തെക്കുറിച്ച് വാദോരാതെ സംസാരിച്ചിരുന്നൊരു സമയം നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. അന്നൊന്നും ഈ മധുവിനെ രംഗത്ത് കണ്ടില്ല. അന്ന് താങ്കൾ ചാതുർവർണ്ണത്തിനെതിരെ പൊട്ടിത്തെറിച്ചില്ല. അങ്ങയുടെ ഇന്നത്തെ ആവേശമൊന്നും അന്ന് കണ്ടില്ല. കാരണം എന്ത്? അന്ന് സംസാരിക്കുന്നത് വേടനെ പോലെ ഒരു ചണ്ടാളനല്ല, മറിച്ച് സവർണ മാടമ്പിത്തരങ്ങളുടെ പിന്നാമ്പുറങ്ങളിൽ ഏറ്റവും താഴെ പാദസേവ ചെയ്ത് പൂജിച്ച ഒരു ശൂദ്രനാണ്. ശൂദ്രൻ എപ്പോഴും സമൂഹത്തിൽ അവകാശം അധികാരമുണ്ടാക്കിയത് ബ്രാഹ്മണ്യ സേവ കൊണ്ടാണ്. ഇന്നും അവനതിന് മടിയില്ല. അതുകൊണ്ടാണ് ഒരു പ്രമുഖ ശൂദ്രൻ അടുത്ത കാലത്ത് പറഞ്ഞത്, അടുത്ത ജന്മത്തിൽ എനിക്ക് ബ്രാഹ്മണനായി ജനിച്ചിട്ട് അയ്യപ്പ വിഗ്രഹത്തെ തഴുകണം. അല്ലാതെ സാമൂഹ്യ മാറ്റങ്ങളിലൂടെ, പരിവർത്തനങ്ങളിലൂടെ ഇത്തരം പ്രവണതകളെ മുഴുവൻ സമരം ചെയ്തോ അതല്ലെങ്കിൽ അതിശക്തമായി ഇടപെട്ടുകൊണ്ടോ മാറ്റിയെടുക്കണമെന്നല്ല ഈ ശൂദ്രൻ പറയുന്നത്. പിന്നെന്താ പറയുന്നത്? അദ്ദേഹത്തിന് അടുത്ത ജന്മത്തിൽ പൂണൂല് ധരിച്ച പട്ടനാകണം, ബ്രാഹ്മണനാകണം. ഇങ്ങനെ പട്ടത്വത്തിന്, ബ്രാഹ്മണ്യത്തിന്റെ പൂണൂലിന് മുമ്പിൽ നട്ടല് കുനിച്ച് ഇങ്ങനെ വളഞ്ഞു നിൽക്കാൻ മടിയില്ലാത്ത ഇത്തരം ശൂദ്രന്മാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവർ സമൂഹത്തിൻ്റെ ശാപമാണ്. അവർ തിരിച്ചറിവിലേക്ക് വരണം. അത് നിങ്ങൾ പോയി വേടനെതിരെ ചന്ദ്രകാശങ്ങളൊക്കെ അല്ല ചെയ്യേണ്ടത്. വേടനല്ല, നിങ്ങളാണ് മാറേണ്ടത്. ശ്രീജിത്തിനെ പോലുള്ള ആളുകളാണ് മാറേണ്ടത്. മനസ്സിലായില്ലേ? കേന്ദ്രമന്ത്രിയാണ് മാറേണ്ടത്. ഇവർക്കാണ് പരിവർത്തനം ഉണ്ടാകേണ്ടത്. കാരണം ചാതുർവർണ്ണത്തിൻ്റെ 4ാം നിരയിൽപ്പെട്ട ഈ ശൂദ്രര് ഇന്ന് സമൂഹത്തിൽ ഒത്തിരി മുകളിലേക്ക് കയറി. അവരാണ് കേരളം ഭരിക്കുന്നത്. MLA-മാരെ എണ്ണമെടുത്താൽ, മന്ത്രിമാരെ എണ്ണമെടുത്താൽ 3 പ്രബല പാർട്ടികളെയും അവർ ഹൈജാക്ക് ചെയ്തിട്ടുണ്ട്. ജനസംഖ്യയിൽ ഏറ്റവും ചെറിയ ഒരു സമൂഹം ഈ മണ്ഡലങ്ങളിലെല്ലാം കൃത്യമായി സ്വാധീനം ഉറപ്പിച്ചിട്ടുണ്ട്. കേരളം അവർ വിഴുങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് പലപ്പോഴും ആൾ പറയാറുണ്ട്, ദേവസ്വം ബോർഡ് ഒരു ശൂദ്ര ബോർഡാണ്, അതിന് പുറമെയൊന്നും അതിലേക്കൊന്നും ആരെയും അടുപ്പിക്കുന്നില്ല. നമ്മുടെ റിട്ടയർ ചെയ്യുന്നൊരു മന്ത്രിയില്ലേ, MP ആയി പോലുള്ള രാധാകൃഷ്ണനില്ലേ, അത് അവസാനം പാസ്സാക്കാനിരുന്നൊരു ബില്ലുണ്ട്. ആ ബില്ലെന്തായിരുന്നു? ദേവസ്വം ബോർഡിലേക്ക് സംവരണം ഏർപ്പെടുത്തുക എന്നുള്ളതാണ്. വളരെ തന്ത്രപൂർവ്വം അദ്ദേഹത്തെ എടുത്ത് തെറിപ്പിച്ചതാരാണ്? ഇവിടുന്ന് മാറ്റിവിട്ടതാരാണ്? ഈ ബില്ല് പാസ്സാകരുത്. ഇത് തന്നെയാണ് ഇതിൻ്റെ പിന്നിലെ കാരണം. അപ്പോൾ ഇതെല്ലാം കൈയടക്കി വെച്ചിരിക്കുന്ന, അതെല്ലാം ആസ്വദിച്ച് കൊണ്ട് ഇവിടെ സുഖലോലുപതയോടെ കഴിയുന്ന, ബ്രാഹ്മണനും പശുവിനും സുഖമെങ്കിൽ ലോകസമസ്ത സുഖിനോ ഭവന്തു എന്ന് പാടിപ്പഠിപ്പിക്കുന്ന ഈ ബ്രാഹ്മണിക്കൽ ഗജിമണിയുടെ ഉണർത്തുപാട്ടുകാരും പിൻവലം കൊടുക്കുന്ന ആളുകളുമായി അതപ്പതിച്ച് നിൽക്കുന്ന ഒരു സമൂഹത്തിൻ്റെ നേരെയാണ്
ശ്രീ മധുവിനെ പോലെയുള്ളവർ പ്രതികരിക്കേണ്ടത്, അവരെയാണ് വെള്ളാപ്പള്ളി തിരിച്ചറിയേണ്ടത്. അതുകൊണ്ട് ഇവിടെ നടന്ന മതപരിവർത്തനങ്ങൾ ഒരു സമരത്തിൻ്റെയോ ഒരു ചെറുത്തുനിൽപ്പിൻ്റെയോ കൂടി ഭാഗമാണ്. അതിനിയും തുടരും. അതിൻ്റെ കാരണം ഈ മതപരിവർത്തനം തെറ്റ് എന്ന് ഭരണഘടനയിൽ എവിടെയും പറയുന്നില്ല. മതപരിവർത്തനം തെറ്റ് എന്ന് ആർക്കും ഒരിക്കലും പറയാനാവില്ല. അത് മനുഷ്യൻ്റെ മൗലിക അവകാശമാണ്. മതം സ്വീകരിക്കാൻ, ത്യജിക്കാൻ, അതിനെ ഏത് ഘട്ടത്തിലും നിരസിക്കാൻ, അതല്ലെങ്കിൽ പുതിയൊരു മതം രൂപീകരിക്കാനൊക്കെ ഉള്ള അവകാശം അത് സംഘികളുടെ ഏതെങ്കിലും തിട്ടൂരങ്ങൾക്കനുസരിച്ച് ചെയ്യണം എന്ന് മധുവിനെപ്പോലോട് വാദിക്കുകയോ, ഒരിക്കലും അത്തരത്തിൽ ബ്രാഹ്മണ്യത്തിൻ്റെ പടവ് കയറി ഒരിക്കലും അങ്ങ് ചെന്ന് തന്ത്രിയോ ഒന്നുമാകാൻ കഴിയാത്ത ശ്രീ വെള്ളാപ്പള്ളിയെപ്പോലുള്ള ആളുകൾ അങ്ങനെ ധരിക്കുന്നെങ്കിൽ നിങ്ങളും തിരിച്ചറിയുക. നമ്മുടെ നാട്ടിലെ സമൂഹം ഉണർന്നു കഴിഞ്ഞു. അവർക്ക് മതം സ്വീകരിക്കണമോ വേണ്ടയോ തിരസ്കരിക്കണമോ എന്നൊക്കെ അറിയാനുള്ള അറിവും ആർജവവും ഉണ്ടായിക്കഴിഞ്ഞു. നിങ്ങൾക്ക് അതിന്മീതെ വിലപേശാൻ അവകാശമില്ല എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ ഈ ലളിതമായ പ്രതികരണം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.